ഞാൻ ഇവിടെ നിന്നൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. ഇത് കുറച്ച് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയട്ടാ. അങ്ങനെ അയാള് പരിചയപ്പെട്ടു, കുടുംബകഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അയാൾ മുടിയൊക്കെ പോയി ഒരു കഷണ്ടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ച് എത്ര വർഷമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ജസ്റ്റ് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ നല്ല പ്രായമുണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 കുട്ടികളാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 3 കുട്ടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറയാണ് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, എൻ്റെ പണീൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ മുടിയൊക്കെ പോയതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്ത് പണി, അത്ര വലിയ പണി എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ് ഞാൻ ഒരു 12 വർഷമായിട്ട് ഞാൻ ഇവിടെ ദുബായിലുണ്ട്. എനിക്ക് ഡിഷിൻ്റെ പണിയായിരുന്നു. അപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ കയറി ചൂടിനും തണുപ്പിനും എല്ലാ സമയത്തും അതിൻ്റെ മുകളിലൊക്കെ കയറി പണിയെടുത്ത് ഇയാളൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളായിരുന്നു. അങ്ങനെ നാട്ടിൽ വലിയ 2 നില വീടൊക്കെ വെച്ച് തറവാട് പൊളിച്ച് അവിടെ ഒരു വീടൊക്കെ കയറ്റി. പിന്നെ കുറച്ച് ക്യാഷൊക്കെ ആയപ്പോൾ അയാൾ നാട്ടിലൊരു ജുവലറിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തു, വണ്ടി എടുത്തു. അതൊക്കെ ആയതിൻ്റെ ശേഷം ആൾ നാട്ടിൽ പോയി ഒരു കല്യാണം, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു കല്യാണമൊക്കെ കഴിച്ച് ആ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഇയാൾ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കടം വീട്ടാന്നുള്ള ഇതിൽ വീണ്ടും അയാൾ ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഇവിടെ ഒരു 1.5 വർഷം ജോലി ചെയ്തതിൻ്റെ ശേഷം ആ കടയൊക്കെ വീട്ടി കുറച്ച് കയ്യിൽ ക്യാഷൊക്കെ ആയപ്പോൾ അയാളുടെ കമ്പനി ഉപേക്ഷിച്ച് നാട്ടിൽ പോയി. അങ്ങനെ നാട്ടിൽ പോയി. കാരണം അവിടെ ജുവലറിയിൽ ചെറിയൊരു ഡിപ്പോസിറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ചില്ലറ എന്തെങ്കിലും നാട്ടിൽ ചെയ്യാന്നുള്ള ഇതിൽ നാട്ടിൽ പോയി ഒരു 3 മാസം നാട്ടിൽ താമസിച്ച്. അയാൾ പറയാണ് ഒരു ദിവസം ഞാൻ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു സുലൈമാനി എടുത്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്ന് ഞാനും ഭാര്യയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേക്കുന്ന ഉമ്മാൻ്റെ ഒരു വിളി, മോനെ നീ ഇനി തിരിച്ചു പോകുന്നില്ലേന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇല്ലമ്മ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ നിനക്കൊരു വീടൊക്കെ വേണ്ടേന്ന്. ഇയാൾ പറയാണ് എൻ്റെ കൈ ഇങ്ങനെ എൻ്റെ സുലൈമാനി കയ്യിലൊന്നും ഇങ്ങനെ വിറച്ചു പോയിരുന്നു. എൻ്റെ കൈയും കാലൊക്കെ ആകെ വിറച്ച് എണീച്ചിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞ് ഇനി എന്തിനാ അമ്മ വീട്, മാഷാ അല്ലാഹ് നല്ലൊരു വീടൊക്കെ വെച്ചില്ലേ, പിന്നെ ഇവിടെ ഇനി എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക അതന്നെ. അപ്പോൾ എടുത്ത വായിക്ക് ഉമ്മ പറയാണ് ഈ വീട് ചെറിയ മോനിക്കല്ലേ. ഇയാൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ആരോട് ഇറങ്ങിപ്പോണമെന്നൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ദേഷ്യം പിടിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ബെഡ്റൂമിലോട്ടും പോയി. ഇയാൾ പോയപ്പോൾ ഭാര്യ ഒരേ കരച്ചിൽ, ഞാൻ 1 വർഷമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നമുക്കൊക്കെ എവിടെയെങ്കിലും ചെറിയ വാടക വീട്ടിലോട്ട് മാറാം, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയി. ഇയാൾ വീണ്ടും പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ചെറിയൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറി. അങ്ങനെ അയാൾ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ അനിയനൊക്കെ നാട്ടിലൊന്നുമല്ലാതെ ഒരു പണിയും കൂലിയൊന്നും ഇല്ലാതെ നടന്നിരുന്ന സമയത്ത് ഈ അനിയനൊക്കെ അവിടെ ജുവലറിയിൽ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇവനെ അങ്ങോട്ടേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു പണിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്. വീട്ടിൽ വണ്ടിയുണ്ട്, വണ്ടി അനിയനാണ് ഓടിക്കുക. അങ്ങനൊരു ദിവസം ഏതോ കൂട്ടുകാരനെ ഇയാൾ വിളിച്ച് പറഞ്ഞത്രേ, നിന്റെ വണ്ടി ഇങ്ങനെ ടൗണിൽ ഭയങ്കര ചീറി പാഞ്ഞ് പോകുന്നത് കണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അനിയനെ വിളിച്ച് ചോദിച്ചത്ര നീ ഇന്ന് പോയിരുന്നോ ടൗണിൽ? പറഞ്ഞാൽ ഞാൻ പോയില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനിക്ക് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത്ര കൂട്ടുകാരോടൊക്കെ ഒരു മാന്യമായി വണ്ടി ഓടിക്കാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ അനിയനിക്ക് ദേഷ്യം പിടിച്ച് പറഞ്ഞത്ര അങ്ങനെയൊന്നും ചങ്ങായിമാരോടൊന്നും പറയാൻ പറ്റൂല എന്ന്. ഇയാൾ പറഞ്ഞല്ലോ നമ്മളെ പരിസരത്തൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് ആരും വണ്ടി വേണോ തരികയെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് നമ്മൾ കഷ്ടപ്പെട്ടെടുത്തതല്ലേ, അപ്പോൾ അവരോട് പറ അങ്ങനെ പറഞ്ഞ് അനിയന് ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തു. രാത്രി വരുന്ന സമയത്ത് ഇവനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു 800 കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളെ വണ്ടി അവിടെ ഷോപ്പിൻ്റെ അടുത്തുണ്ട് പോയി എടുത്തു വന്നു. ഇവൻ പറയാണ് എൻ്റെ ചങ്ക് പൊട്ടിയ ദിവസമായിരുന്നു അന്ന്. അങ്ങനെ അയാൾ വീണ്ടും ഒരു പ്രവാസിയായ കഥ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞൊരു ഉപദേശമുണ്ട് എന്നോട്, എൻ്റെ പൊന്നുമോനെ നിങ്ങൾ വാപ്പാക്ക് കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ വീട് വെക്കരുത്. ഇനി വീട് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ പേരിൽ എല്ലാ പേപ്പറും കാര്യങ്ങളും ആക്കിയതിന് ശേഷം മാത്രം വീടുണ്ടാക്കുക. അതെനിക്ക് ശരിയാണെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ.